ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓൺലൈനിൽ നിന്നും കട്ടിങ്സ് വാങ്ങി പിടിപ്പിച്ചെടുത്ത കുറച്ച് ചൈനീസ് ബോൾസത്തെ കണ്ടു നോക്കിയാലോ. ഇതായിരുന്നു ഞാൻ വാങ്ങിയ കട്ടിങ്സ് എല്ലാം എങ്ങനെയാണ് നടുന്നതെന്ന് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ആദ്യം തന്നെ ചെറിയൊരു കവറിൽ നട്ട് വേര് വന്നതിന് ശേഷം മറ്റൊരു പോട്ടിലേക്ക് മാറ്റി നട്ടതാണ് ഈ കാണുന്ന പ്ലാന്റുകൾ. വേര് പിടിച്ച് റെഡിയായെന്ന് കണ്ടാൽ നമ്മൾ വേഗം തന്നെ പ്ലാന്റിനെ റീപോട്ട് ചെയ്ത് കൊടുക്കണം. റീപോട്ട് ചെയ്യാൻ വൈകിയാൽ ആ പ്ലാന്റിന് ഒട്ടും വളർച്ചയില്ലാതെ നമ്മൾ നട്ടുകൊടുത്ത അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും. ഞാൻ ഈ കട്ടിങ്സ് എല്ലാം വാങ്ങിയത് സാസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ അടുത്ത് നിന്നാണ്. അന്ന് 150 രൂപയ്ക്ക് 10 കട്ടിങ്സ് ആയിരുന്നു വാങ്ങിയത്. അതിൽ സിംഗിൾ ഷെയ്ഡും ഡബിൾ ഷെയ്ഡും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ പോട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് പ്ലാന്റുകൾ മാറ്റി നടാൻ വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകിയ പ്ലാന്റുകളാണ് ഈ ലാസ്റ്റ് കണ്ട 3-4 പ്ലാന്റുകൾ. അതിൻ്റെ വളർച്ച ഫസ്റ്റ് നിങ്ങൾ കണ്ട പ്ലാന്റിനേക്കാളും എത്രയോ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് അവരയച്ച കട്ടിങ്സ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാം. കട്ടിങ്സിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ബോട്ടിലൊക്കെ ആക്കിയിട്ട് നല്ല സേഫായിട്ടാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. അതുപോലെ കട്ടിങ്സ് ഫ്രഷ് ആയിരിക്കാൻ വേണ്ടി പേപ്പർ നനച്ചിട്ട് അതുകൊണ്ട് പൊതിഞ്ഞതിന് ശേഷമാണ് ബോട്ടിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഈ ചൈനീസ് ബോൾസത്തിൻ്റെ വേരുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതിനാൽ നമ്മൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സിൽ ചകിരിച്ചോർ ചേർക്കാതെ തയ്യാറാക്കുന്നതാവും നല്ലത്. അതുപോലെ ഈ പ്ലാന്റിന് വലിയ വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. എന്നാലും രാവിലത്തെ വെയിലൊക്കെ കിട്ടുന്ന സ്ഥലം നോക്കി വേണം ഈ പ്ലാന്റ് വെക്കാൻ. തീരെ വെയിൽ കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ ഈ പ്ലാന്റ് പൂവിടാതെ മുരടിച്ച് പോകുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം കട്ടിങ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വേര് വന്നതുപോലെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ താഴെ നോക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ അന്ന് കട്ടിങ്സ് നടുന്നതിൻ്റെ വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഈ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡാണ്. ആ ഫംഗിസൈഡ് 1/4 ടീസ്പൂൺ 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കുക. അങ്ങനെ കലക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള കട്ടിങ്സ്, അതിന് ഓൺലൈൻ ആയിക്കോട്ടെ അല്ലാതെ നമ്മളെടുത്ത കട്ടിങ്സ് ആയിക്കോട്ടെ, അതേതായാലും അതിൽ മുക്കി വെക്കുക. ഞാനൊരു 20 മിനിറ്റ് നേരം മാത്രമേ മുക്കി വെച്ചിട്ടുള്ളായിരുന്നു. അത് ഫുള്ളായിട്ട് അതിൽ മുങ്ങിക്കെടുക്കുന്ന രീതിയിലാണ് മുക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ കട്ടിങ്സ് ആദ്യം തന്നെ വലിയ പോട്ടിലൊന്നും കൊണ്ട് നട്ട് വെക്കാതെ ചെറിയ കവറിൽ നട്ട് പിടിപ്പിക്കുക. ഞാനിവിടെ നടാൻ വേണ്ടി മണൽ മാത്രമാണ് ഉപയോഗിച്ചത്. അതിൻ്റെ കൂടെ മറ്റു വളങ്ങളൊന്നും ഇപ്പോൾ ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് ആ മണൽ നനയാൻ വേണ്ടി നേരത്തെ കലക്കി വെച്ച സാഫ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് കട്ടിങ്സ് ഇതിലേക്ക് ഇറക്കി വെക്കാം. കട്ടിങ്സ് വെക്കുന്ന സമയത്ത് ആ വേര് പോലെ കണ്ട ഭാഗമില്ലേ, ആ ഭാഗം മണ്ണിൻ്റെ അടിയിലേക്ക് പോകണം. അവിടെ നിന്നാണ് നമുക്ക് പുതിയ വേരുകൾ വരിക. ഇതേ രീതിയിൽ തന്നെ മണലിൽ കുഴിച്ചിട്ട് വേരൊക്കെ പിടിച്ചൊരു പ്ലാന്റാണിത്. ഇതിപ്പോൾ മാറ്റി കുഴിച്ചിടാനൊക്കെ സമയമായിട്ടുണ്ട്. ഞാനിവിടെ നടാൻ വേണ്ടിയിട്ട് കരിയില കമ്പോസ്റ്റാണ് കേട്ടോ എടുക്കുന്നത്. അതുപോലെ നമ്മൾ പ്ലാന്റ് നടുമ്പോൾ ഇല്ലേ, ഒരുപാട് ഉയരത്തിൽ വെക്കാതെ താഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഇത് വളരുന്നതനുസരിച്ച് മുകളിലേക്കാണ് വേര് വരിക. അപ്പോൾ നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി നടുന്ന ദിവസം ആ പ്ലാന്റിനെ നനച്ചു കൊടുക്കരുത്. നനച്ചു കൊടുത്താൽ നമ്മൾ മാറ്റി നടുമ്പോൾ ആ മണ്ണെല്ലാം പോയി അതിൻ്റെ വേരിന് ഇളക്കം തട്ടും കേട്ടോ. നമ്മൾ ആദ്യം ആ കവറില്ലേ, അത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചുറ്റും. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ വിരലിങ്ങനെ ചെടീൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് വേണം അത് എടുക്കാൻ കേട്ടോ, കവർ ഊരി എടുക്കാൻ. നനഞ്ഞു കഴിഞ്ഞാൽ ഇതാ മണ്ണിപ്പം പോയതുപോലെ പോട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ നനഞ്ഞു പോയതാണ്. മറ്റേ ചെടികളൊക്കെ നനച്ചപ്പോഴേ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ പതിയെ ആ കവറിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിയുള്ള കരിയില കമ്പോസ്റ്റ് അതിൻ്റെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുത്ത് തണലത്ത് ഒരു 1-2 ദിവസം തണലത്ത് വെച്ചിട്ട് നമ്മൾ ചെറിയ വെയിലത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ, സാധാ വെക്കുന്നത് പോലെ. പിന്നല്ലേ നമ്മൾ സാഫിലൊക്കെ മുക്കി കട്ടിങ്സ് കുഴിച്ചിട്ടാൽ ഒരു 2-3 ദിവസമൊക്കെ അതിന് ചെറിയൊരു വാട്ടം പോലെ കാണും കേട്ടോ. അതിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ ചെറിയ കമ്പ് ഈർക്കിലോ എല്ലാം എടുത്തിട്ട് അതിന് ചെറിയൊരു കുത്ത് പോലെ കൊടുത്ത് നേരാക്കി വെക്കണേ. അങ്ങനെ വെച്ചാൽ ഒരു 2-3 ദിവസത്തിന് ശേഷം അതിൻ്റെ ഇലകളൊക്കെ തെളിഞ്ഞു വരുവേ. നമ്മൾ ഉച്ചയ്ക്കുള്ള വെയിൽ മാത്രം പ്ലാന്റിന് കൊള്ളിക്കാതിരുന്നാൽ മതി. ബാക്കി രാവിലെയും വൈകുന്നേരവും ഒക്കെ വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് പ്ലാന്റ് വെച്ചാൽ നല്ലപോലെ പൂവിടുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.